നമ്മൾ മലയാള സാഹിത്യത്തിൽ ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം വളരെ തന്മയത്വമായ രീതികളിൽ വളരെ അദ്ദേഹത്തിൻ്റെ തൂലികകളെന്ന് പറയുന്ന ശക്തമായ തൂലികകൾ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തന്നെ നമുക്ക് മലയാളത്തിൻ്റെ പ്രിയ താരങ്ങളെ അത് ചരിത്രപരമായ സംഭവങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടായാലും അതിന് കാലാത്മകമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ടായാലും അദ്ദേഹം വളരെ തന്മയത്വത്തോടു കൂടി വിഷയങ്ങൾ അവതരിപ്പിച്ചു. കാരണം എം ടിയുടെ തിരക്കഥയിൽ അഭിനയിക്കുമ്പോൾ ഒരു കലാകാരൻ എത്ര വലിയ കലാകാരനായിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ മുന്നിൽ അഭിനയിക്കുമ്പോൾ അവർ പതറുന്നു എന്നുള്ളത് അവർ തന്നെ പല ഇൻ്റർവ്യൂകളും പല താരങ്ങളും പ്രമുഖ താരങ്ങളും പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പവറാണ്, അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു ശക്തി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു ആതിര, നമുക്ക് ആശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ആതിര, നമുക്ക് ആശുപത്രിയിൽ നിന്ന് അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലം മാഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ശരത് ഓങ്ങല്ലൂരും നേരത്തെ സൂചിപ്പിച്ച അത്തരം കാര്യങ്ങൾ തന്നെയായിരുന്നു. ആശുപത്രിയിലെ വിശദാംശങ്ങളൊക്കെ തന്നെ നമുക്ക് മടങ്ങിയെത്താം. സുനിൽ തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. സുനിൽ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു സാഹിത്യകാരൻ എന്നതിലുപരി ഒരു നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നാടകകൃത്ത് എന്നിങ്ങനെ വിവിധ നിലകളിലായിരുന്നു എം ഡിയുടെ ഒരു ജീവിതം എന്ന് തന്നെ പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാലം മാഞ്ഞു. ഒരു രീതിയിലും ഒറ്റ വിശേഷണം കൊണ്ട് മാത്രം എം ഡി വാസുദേവൻ നായർ എന്ന ഒരു എഴുത്തുകാരനെ നമുക്ക് മലയാളികൾക്ക് എഴുതി ചേർക്കാൻ പറ്റുമോ എന്നൊരു വലിയ ചോദ്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ അവസാനിക്കുന്നത്. തീർച്ചയായും. കാരണം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അദ്ദേഹം തൻ്റെ രചനകൾക്ക് തുടക്കമിട്ടു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ സഞ്ചരിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാഹിത്യ രചന അദ്ദേഹം ജയകേരള മാസികയിൽ തൻ്റെ കഥകൾ അച്ചടിച്ചു വന്ന കാലഘട്ടം മുതൽ അതിനുശേഷം വിക്ടോറിയ കോളേജിൽ നിന്ന് ബിരുദം പഠിക്കുമ്പോൾ അദ്ദേഹം കഥാസമാഹാരം പുറത്തിറക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ കലാസൃഷ്ടികളെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനകളുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ പറയാനുള്ളത്. അതുപോലെ ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ എം ഡിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടി എന്നുള്ളതും, അതുപോലെ തന്നെ പാതിരാവും പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ അത് പുറത്തു വരുന്ന മുതൽ തന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ ചലച്ചിത്രമാകുമ്പോൾ അത് കൂടുതൽ ആഴത്തിലേക്ക് മലയാളികൾ, വായനക്കാർ അത് വായിച്ച് മനസ്സിൽ വെച്ചത് അത് ചിത്രങ്ങളിലൂടെ ഒരു ഫ്രെയിമിലൂടെ പുറത്തു വരുമ്പോൾ ആ ഫ്രെയിമിലൂടെ കണ്ടുകൊണ്ട് അതിനെ മലയാളികൾ നെഞ്ചേറ്റി എന്നുള്ളതാണ് എം ടി എന്ന് പറയുന്ന സാഹിത്യകാരൻ, അല്ലെങ്കിൽ ഒരു യുഗം പോയി എന്ന് നമ്മൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. 91-ാം വയസ്സിൽ, അതിനു മുമ്പ് അദ്ദേഹം ആക്റ്റീവായിരുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് അദ്ദേഹം തൻ്റെ സൃഷ്ടികളെയും തൻ്റെ പ്രസംഗമായാലും അല്ലെങ്കിൽ തൻ്റെ രചനകളെയൊക്കെ അദ്ദേഹം മലയാളികൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നിന്നായാലും അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനരംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്